വായനയുടെ ഇസ്ലാമിക മാനം ശബാബ് വാരിക പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക പുടവ കുടുംബമാസിക, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക, ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. ആദിവാസിയായ അറബി, 3 മുനാഫിഖ്. ഇതില് മുനാഫിക്കിന്റെ റിപ്പോർട്ട് ഇസ്ലാമിനെ വികൃതമാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. പിന്നെ അറബി ഗ്രാമീണ അറബി ആയതുകൊണ്ട് അയാൾ അറിയാതെ തന്നെ അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. യഥാർത്ഥ മോമിനും മുഖ്ലിസുമായ ആള് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അവസാനമായി അൽ ഉസൂലു ഷാസി എന്ന ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ സമർപ്പിച്ചത്. ഇന്ന് സ്ഥിരപ്പെട്ട ഹദീസ് ഇങ്ങനെ കൃത്യമായി സത്യസന്ധനായ റാവിയിൽ കൂടി റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസ് സ്വീകരിക്കൽ നിർബന്ധമാണ്. അതിൽ നമുക്ക് യാതൊരു ഒഴിവുകഴിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, റസൂല് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക, അതുപോലെ നബി വിരോധിച്ച കാര്യം നിങ്ങൾ വെടിയുക. മറ്റൊരു വചനത്തിൽ കാണാം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ, നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം. എന്നെ പിൻപറ്റാതെ നിങ്ങൾക്ക് അള്ളാഹിനെ സ്നേഹിക്കാനേ കഴിയില്ല എന്നാ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ നബിയെ പിൻപറ്റുക? ഇപ്പൊ നബി നമ്മുടെ മുന്നിലുണ്ടോ? നമ്മൾ നബിയെ കാണുന്നില്ലല്ലോ. നബി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നു. എങ്ങനെയാണ് ആ പിൻപറ്റൽ? നബിയുടെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട്. നബിയുടെ സുന്നത്തിൽ നിന്ന് ശരിയായ മാർഗത്തിലൂടെ യാതൊരു ന്യൂനതയും ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് കിട്ടിയ സുന്നത്തിനെ നമ്മൾ പിൻപറ്റുന്നു. അങ്ങനെ പിൻപറ്റിയാൽ മാത്രമേ നമുക്ക് അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനാണ് ഈ പറഞ്ഞത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി. അതിന്റെ ഗൗരവം നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, സ്ഥിരപ്പെട്ട ഹദീസ് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഹദീസ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും വാറോലകൾ ആരെങ്കിലും കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ കാര്യമായ ന്യൂനതകളുള്ള, അതുകൊണ്ട് തന്നെ അപ്പൊ നബി പറഞ്ഞതാണെന്ന് ഉറപ്പുവരുന്ന ശരിയായ മാർഗത്തിൽ കൂടി റിപ്പോർട്ട് ചെയ്തു വന്ന ഒരു ന്യൂനതയും ഇല്ലാത്ത ഹദീസ്, അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. വീണ്ടും അല്ലാഹു പറഞ്ഞു, ഖുൽ അത്തിഉല്ലാഹ വറസൂല, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. എങ്ങനെയാണ് അള്ളാഹുവിനെ അനുസരിക്കുക? അള്ളാഹിന്റെ കിതാബിനെ അനുസരിച്ചുകൊണ്ട്. എങ്ങനെയാണ് നബിയെ അനുസരിക്കുക? നബിയുടെ സുന്നത്തിനെ അനുസരിച്ചുകൊണ്ട്. ഇനി പറയുന്നു, തുടർന്ന് പറഞ്ഞെന്ന ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ,
അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുന്നതിൽ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ അല്ലാഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ, അത്തരം സത്യനിഷേധികളെ അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ നബിയുടെ സുന്നത്ത് അനുസരിക്കാതെ പിന്തിരിഞ്ഞു കളഞ്ഞാൽ പിന്തിരിയുന്നത് കുഫ്റാണെന്ന് പോലും ഇതിൽ നിന്ന്, ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവും. മാത്രമല്ല മറ്റൊരു വചനത്തിൽ അല്ലാഹ് സ്വീകരിക്കണം, നിരുപാധികം തന്നെ സ്വീകരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. വമാ കാന ലിമുഅ്മിൻ, ഒരു മുഅ്മിനിന് അനുവദനീയമല്ല, വലാ മുഅ്മിനത്തിൻ, മുഅ്മിനത്തിനും, ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും, ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹു വറസൂല ഒരു കാര്യം വിധിച്ചാൽ, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, ആ കാര്യത്തിൽ പിന്നെ യാതൊരു സ്വാതന്ത്ര്യവുമില്ല, ഒരു സ്വാതന്ത്ര്യവുമില്ല. ആമന്ന വസല്ലംന എന്ന് പറഞ്ഞ് അംഗീകരിക്കേ നമുക്ക് പറ്റുള്ളൂ. അള്ളാഹുവിന്റെ വചനം പരിശുദ്ധ ഖുർആനാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഒരു പരിതസ്ഥിതി അതിന് പിന്തിരിയാൻ പാടില്ല. അതുപോലെ നബി പറഞ്ഞതാണ് എന്ന് സ്ഥിരപ്പെട്ട ഒരു ന്യൂനതയുമില്ലാത്ത ഒരു ഹദീസ്, ആ ഹദീസ് നിരുപാധികം നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അവിടെ യാതൊരു സ്വാതന്ത്ര്യവും നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല. ഇത് സൂറത്തുൽ അഹ്സാബിൽ കാണാം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട സുന്നത്ത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. ഇത് നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. ഈ നമ്മളെയാണ് ഹദീസ് നിഷേധികൾ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു വിവരമില്ലാത്ത ആളുകൾ പറഞ്ഞുകൊണ്ടത്. എന്തെങ്കിലും ഒരു വിവരം വേണ്ട. അടിസ്ഥാനപരമായിട്ട് യാതൊരു വിവരമില്ലാതെ എന്തെങ്കിലും പറഞ്ഞ് അവരൊക്കെ കാഫറാണെന്നും പറഞ്ഞിട്ട് എല്ലാവരെയും കാഫറാക്കി നടത്തുന്നത്. ഞാൻ ഇന്നലെ ഒരാളുടെ പ്രസംഗം കേട്ടു. അപ്പൊ അതിൽ പറഞ്ഞത് ഏത് ഹദീസ് നിഷേധിച്ചാലും അവരൊക്കെ കാഫറാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പാവം ഒരു കാര്യം മനസ്സിലാക്കിയില്ല. നാം ഒരാളിനെ കാഫറായിട്ട് ആരോപിച്ചാൽ അയാൾ കാഫർ അല്ലെങ്കിൽ കാഫറാണെന്ന് പറഞ്ഞ ഞാൻ കാഫറായി എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്കിലും വിവരം വേണ്ടേ? അപ്പൊ അങ്ങനത്തെ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടിസ്ഥാന സിദ്ധാന്തമാണ് ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട സുന്നത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാനേ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. സൂറത്തുൻ നഹൽ 44. വഅൻസൽനാ ഇലൈക الذിക്റ, നിനക്ക് നാം ഈ ഉത്ബോധനം ഇറക്കി തന്നത്, അവരിലേക്ക് ഇറക്കപ്പെട്ട ഈ ഉത്ബോധനം നീ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അവർ ചിന്തിക്കുന്നവരായേക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവംശത്തിന്റെ വിജയത്തിന് വേണ്ടി അവതരിപ്പിച്ചു തന്ന നൽകിയ ഈ ഉത്ബോധനം അത് വിശദീകരിച്ചു കൊടുക്കാനുള്ള അധ്യാപകനായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയാണ് അധികാരപ്പെടുത്തിയത്. വേറെ ഒരാളെയും ദുനിയാവിൽ അധികാരപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിലുള്ള ആധികാരികത ദുനിയാവിൽ വേറെ ആർക്കും ഇല്ലതാണ്. അപ്പോ ഈ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടി അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത് പരിശീലനം നൽകി അയച്ച മഹാനാണ് മുഹമ്മദ് നബി.
അപ്പൊ ആ പ്രവാചകന്റെ ചര്യയിൽ കൂടി ആ പ്രവാചകൻ പറഞ്ഞു തന്നത് അനുസരിച്ചേ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്കെന്തിനാണ് പ്രവാചകന്റെ ചര്യ? എനിക്ക് സ്വന്തം മനസ്സിലാക്കി, എന്നെ അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്, എനിക്ക് സ്വന്തം അത് വായിച്ചാൽ തിരിയൂലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടില് റവന്യൂ വരുമാനത്തിന്റെ കൂടുതൽ ഭാഗവും ഈ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനാണ് അത് വിനിയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്തിനാണ്? സിലബസിലുള്ള പുസ്തകത്തിന്റെ ഒരു കെട്ടെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ പോലെ, നിങ്ങൾ പഠിച്ചു വന്നോളൂ, കൊല്ലാവസാനം നമുക്ക് പരീക്ഷ നടത്താം, നിങ്ങൾ പഠിച്ചു വന്നോളൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ആ പുസ്തകത്തിന്റെ ഓരോ കെട്ട് സൗജന്യമായി കൊടുത്താൽ അവരത് സ്വയം പഠിച്ച് കൊല്ലാവസാനം പരീക്ഷയ്ക്ക് ഇരുന്ന് ജയിച്ചവരുടെ ജയിച്ചതായി കണക്കാക്കണം, തോറ്റവരുടെ തോറ്റവരായി. പക്ഷെ അത് നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയം മുമ്പേ പഠിച്ച വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നു അധ്യാപകരായിട്ട്. പഠിച്ചാൽ മാത്രം പോരാ, അധ്യാപകരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, എന്നിട്ട് നിശ്ചയിക്കുന്നു. എന്നിട്ട് ആ അധ്യാപകനാണ് ഈ പുസ്തകം വരുന്ന 10 മാസങ്ങളിൽ ഈ പുസ്തകം മുഴുവൻ പഠിപ്പിച്ചു തീർക്കുകയും അവസാനം പരീക്ഷയ്ക്ക് ഇരുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ അധ്യാപകരിൽ കൂടി മാത്രമേ ആ കുട്ടിക്കത് മനസ്സിലാക്കാൻ സാധിക്കൂ. സ്വയം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പൂർണ്ണമായും പരാജയമായി. അതുപോലെ തന്നെയാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ. നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിൽ പരാജയമായിരിക്കും. മറിച്ച് ഒരധ്യാപകന്റെ ശിക്ഷണത്തിലായിരിക്കണം. അള്ളാഹ് നിശ്ചയിച്ചു തന്ന അധ്യാപകനാണ് മുഹമ്മദ് നബി. ആ അധ്യാപകൻ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ ആയിരിക്കണം, ആ അധ്യാപകൻ വിശദീകരിച്ചു തരുന്ന വിശദീകരണത്തിലൂടെ ആയിരിക്കണം, ആ അധ്യാപകൻ കാണിച്ചു തന്ന പ്രവൃത്തിയിലൂടെ ആയിരിക്കണം നമ്മൾ ഖുർആൻ മനസ്സിലാക്കേണ്ടത്. ഇതാണ് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം എന്ന വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ കാര്യം നമ്മൾ മറക്കരുത്. ഖുർആൻ വിശദീകരിക്കാൻ ഈ ഭൂമിയിൽ അള്ളാഹു അധികാരപ്പെടുത്തിയ മഹാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തന്റെ 23 കൊല്ലക്കാലത്തെ ജീവിതത്തിൽ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അവിടുത്തെ അംഗീകാരത്തിലൂടെയും കാണിച്ചു തന്ന മാതൃകക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമസ്കാരം. ഖുർആനിൽ നമസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. വഅഖീമുസ് സ്വലാത്ത വആത്തുസ് സക്കാത്ത എന്ന് പറഞ്ഞ ആയത്തുകൾ ധാരാളം കാണാം. നിങ്ങൾ നമസ്കരിക്കണം, നമസ്കാരം നിലനിർത്തണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിന്റെ ഒരു രൂപം ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ അതാര് കാണിച്ചു തരണം? ആ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു പരിശീലനം നൽകി തെരഞ്ഞെടുത്ത മഹാനായ മുഹമ്മദ് നബി മുഖേന ആയിരിക്കണം നമ്മൾ നമസ്കാരത്തിന്റെ രൂപം പഠിക്കേണ്ടത്. അല്ലെങ്കിൽ പലരും പല രൂപത്തിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ കൂടി അല്ല നമ്മൾ നമസ്കാരം മനസ്സിലാക്കുന്നതെങ്കിൽ പലരും പല രൂപത്തിലായിരിക്കും നമസ്കരിക്കുക. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്ത് എവിടെ ചെന്നാലും ആർക്കും ആരെയും തുടർന്ന് നമസ്കരിക്കാം. കാരണം എല്ലാവരും നമസ്കരിക്കുന്നത് ഒരേ രൂപത്തിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അതിന്റെ പ്രായോഗിക വശം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും മുഹമ്മദ് നബിയാണ്. അള്ളാഹു തെരഞ്ഞെടുത്ത മഹാനാണ്. അതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ, തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ അള്ളാഹ് തിരുത്തുകയും ചെയ്യും. ഒരു തെറ്റിൽ പ്രവാചകൻ നിലനിൽക്കുകയില്ല. മനുഷ്യനെന്ന നിലക്ക് അബദ്ധങ്ങൾ പറ്റും. പക്ഷേ നബിക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയാൽ ഉടനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ശരിയാക്കും. അതുകൊണ്ട് 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറയ്ക്ക് ശേഷം മദീനത്ത് താമസിക്കുകയും ഈ കാലഘട്ടത്തിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകി ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുകയും
എന്നിട്ട് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറയുകയും ചെയ്തു അവരോട്. സല്ലൂ, നിങ്ങൾ നമസ്കരിക്കുക. കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നിങ്ങളും നമസ്കരിക്കുക എന്ന നിർദ്ദേശവും അവർക്ക് കൊടുത്തു. കണ്ടോ? അപ്പോ നമസ്കാരത്തിന്റെ രൂപം മുഹമ്മദ് നബി കാണിച്ചു തന്നതാണ്. ആ രൂപത്തിൽ നിന്ന് അണുമണി തൂക്കം പുറത്തു കടക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അഥവാ പുറത്തു കടന്നാൽ ആ നമസ്കാരം സഹീഹമല്ല. അതുപോലെ തന്നെയാണ് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നല്ലാതെ ഏതിനൊക്കെ കൊടുക്കണം, എത്ര ഉണ്ടായാലാണ് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, ഇതൊന്നും ഖുർആനിൽ വിശദീകരിച്ചിട്ടില്ല. അത് മുഴുവനും വിശദീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അവിടുത്തെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും സക്കാത്ത് പിരിക്കാൻ വേണ്ടി അവരെ അയക്കുമ്പോ ആ സക്കാത്തിന്റെ തോത് തന്നെ, പിരിച്ചെടുക്കേണ്ട തോത്, ഏതിനൊക്കെയാണ് സക്കാത്ത് പിരിക്കേണ്ടതെന്നും എത്രയാണ് വാങ്ങേണ്ടതെന്നും അത് ഇനം തിരിച്ചുകൊണ്ട് അവർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് സഹീഹായ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു. അപ്പൊ അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ മൊത്തത്തിൽ വന്നിട്ടുള്ള കൽപ്പനകൾ പ്രായോഗിക രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പ്രാവർത്തിക രൂപത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിൽ കൂടി മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഹജ്ജും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100,000-ഓളം വരുന്ന സഹാബികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു, ഹജ്ജത്തുൽ വിദാ. എന്നിട്ട് പറഞ്ഞു, ഖുദൂ അന്നീ മനാസിക്കക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക, എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഹജ്ജ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജാണ് വിവരിച്ചു കൊടുത്താൽ മതി. ഇന്ന് ഹജ്ജ് ക്ലാസ് എടുക്കുമ്പോൾ പലരും പല കാട് കയറിയ വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നൽകുന്നത് കാണാം. എന്നിട്ട് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കി തീർക്കുന്ന ചില ക്ലാസുകളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹജ്ജ് അത് വളരെ ലളിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഖഅദ 25-ന് മദീനയിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ദുൽഹജ്ജ് 5-ന് മക്കത്തെത്തി, അബ്തഹിൽ താമസിച്ചു. അങ്ങനെ ദുൽഹജ്ജ് 8-ന് മിനായിലേക്ക് പുറപ്പെട്ട് അന്ന് അവിടെ താമസിച്ചു. 9-ന് അറഫയിൽ നിന്ന് മഗ്‌രിബിന് ശേഷം മഗ്‌രിബ് നമസ്കരിക്കാതെ മടങ്ങി മുസ്ദലിഫയിൽ, അവിടുന്ന് നേരം വെളുത്തു വന്ന് മിനായിൽ അവിടുന്ന് അന്ന് നടത്തേണ്ട മറ്റ് കർമ്മങ്ങളും ഇതെല്ലാം നടത്തി അതിനുശേഷം 3 ദിവസം മിനായിൽ താമസിച്ചു ഹജ്ജ് കഴിഞ്ഞു. ഇതിങ്ങനെ ഈ സഹാബികളെ സാക്ഷി നിർത്തി അത് കാട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു, ഖുദൂ അന്നീ മനാസിക്കക്കും, നിങ്ങളുടെ ഈ ആരാധനാ കർമ്മം നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക എന്നാ പറഞ്ഞു. വേറെ ആരിൽ നിന്ന് അത് പഠിച്ചാൽ ശരിയാവില്ല. അപ്പൊ എന്നിൽ നിന്ന് പഠിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ നമ്മൾ മുഹമ്മദ് നബിനെ കണ്ടിട്ടില്ല. പക്ഷേ മുഹമ്മദ് നബി എങ്ങനെയാണ് ഹജ്ജ് ചെയ്തത്, എന്തൊക്കെ ചെയ്തു, അതിലിടയ്ക്ക് എന്തൊക്കെ പറഞ്ഞു, ഇതൊക്കെ സ്ഥിരപ്പെട്ട സുന്നത്തിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ മയ്യത്ത് നമസ്കാരം, ഖുർആനിൽ നോക്കിയാൽ മയ്യത്ത് നമസ്കാരം കാണാൻ കഴിയില്ല. നബിയുടെ സുന്നത്തത് മാറ്റി നിർത്തിയാൽ പിന്നെ എങ്ങനെ മയ്യത്ത് നിസ്കരിക്കുക? അങ്ങനെ നബിയുടെ സുന്നത്ത് മാറ്റി നിർത്തി മയ്യത്ത് നിസ്കരിക്കാത്തവരൊക്കെ ഉണ്ടത്രേ. ഖുർആനിൽ ആകെ വന്നിട്ടുള്ള വലാ തുസല്ലി അലാ അഹദിൻ മിൻകും മാത അബദ, അവരിൽ നിന്ന് ആര് മരിച്ചാലും അവർക്ക് വേണ്ടി നിസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മയ്യത്ത് നമസ്കരിക്കണം എന്നുള്ള കൽപ്പന കാണാൻ സാധ്യമല്ല. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ കൂടിയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. നബിയുടെ സുന്നത്ത് മാറ്റി നിർത്തിയാൽ നമുക്ക് നമസ്കാരമില്ല, സക്കാത്തുമില്ല, ഹജ്ജുമില്ല,
മയ്യത്ത് നമസ്കാരമില്ല, അതുപോലെ ഒരു കാര്യവും പിന്നെ നമ്മൾ ചെയ്താൽ സ്വീകാര്യമല്ല, അള്ളാഹു അത് സ്വീകരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട സുന്നത്ത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ആ സുന്നത്തനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവൃത്തി അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഈ ഹദീസ് ക്രോഡീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ക്രോഡീകരിച്ചിട്ടില്ല. നബിയുടെയും ഖുലഫാഉ റാഷിദുകളുടെയും കാലത്ത് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടില്ല. അതൊക്കെ പരസ്പരം അവരെ റിപ്പോർട്ട് ചെയ്ത് ഹൃദിസ്ഥമാക്കുകയും പരസ്പരം റിപ്പോർട്ട് ചെയ്യുകയുമാണ്. റൂവിയാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു അറാദ അൻ യക്തുബ സുനന. ഉമർ ഖത്താബ് ഒരിക്കൽ സുന്നത്ത് ക്രോഡീകരിക്കാൻ ഉദ്ദേശിച്ചു തന്റെ ഭരണകാലത്ത്. ഫസ്തഖാറ അല്ലാഹ ശഹ്റൻ. അങ്ങനെ തനിക്ക് ധൈര്യം വരുന്നില്ല ഖുർആൻ ക്രോഡീകരിച്ചതുപോലെ അത് ക്രോഡീകരിക്കാൻ. അങ്ങനെ ഖുർആനും ഇതും കൂടി കലർന്നെങ്കിലോ എന്നൊക്കെയുള്ള പല സംശയങ്ങൾ. അതുകൊണ്ട് ഒരു മാസക്കാലം അദ്ദേഹം ഇസ്തിഖാറത്ത് നടത്തിക്കൊണ്ടിരുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അള്ളാഹുവെ, ഞാൻ എന്ത് ചെയ്യണം? അത് ക്രോഡീകരിക്കലാണ് ഹൈറെങ്കിൽ എനിക്കതിന്റെ മാർഗം തുറന്നു തരണമേ എന്ന് പറഞ്ഞ് ഒരു മാസക്കാലം അദ്ദേഹം ഇസ്തിഖാറത്ത് നടത്തിക്കൊണ്ടിരുന്നു. സുമ്മ അസ്ബഹ. അങ്ങനെ ഒരു ദിവസം നേരം കൊടുത്തു. വഖദ് അസമ ലഹു. അദ്ദേഹത്തിന് ഒരു ഉറച്ച തീരുമാനം കിട്ടി. ഫഖാല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ദക്കർതു ഖൗമൻ കതബു കിതാബൻ ഫഅഖ്ബലു അലൈഹി വതറകു കിതാബല്ലാഹ്. ഞാൻ ഒരു ജനത്തെ പറ്റി ഓർത്തു. ദക്കർതു ഖൗമൻ, ഒരു ജനതയെ പറ്റി ഞാൻ ഓർത്തു. കതബു കിതാബൻ, അവരുടെ കൈ കൊണ്ട് ചില ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടാക്കി. എന്നിട്ട് ഫഅഖ്ബലു അലൈഹി, അതിന്മേൽ അതുമായിട്ട് അവർ മുന്നോട്ട് വന്നു. അതിലേക്ക് അവർ തിരിഞ്ഞു, അവർ എഴുതിണ്ടാക്കിയ ആ ഗ്രന്ഥത്തിലേക്ക്. തറക്കു കിതാബ് അല്ലാഹ്, അള്ളാന്റെ കിതാബിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നെ അവരുടെ പ്രമാണം അവരുടെ ആളുകൾ എഴുതിണ്ടാക്കിയതായി. അത് മുൻ സമുദായങ്ങളെ പറ്റിയാണ് അതിൽ പരാമർശിച്ചത്. ഇപ്പോ അള്ളാഹു ഇറക്കിക്കൊടുത്ത തൗറാത്ത്, മൂസാ നബിക്ക് നൽകിയ തൗറാത്ത് യഹൂദികൾ തന്നെ അവകാശപ്പെടുന്നില്ലല്ലോ ഇത് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. അതുപോലെ ഈസാ നബിക്ക് ഇറക്കിക്കൊടുത്ത ഇഞ്ചീൽ, ഈസാ നബിക്ക് ഇറക്കിക്കൊടുത്ത പൂർണ്ണ രൂപത്തിൽ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ക്രിസ്ത്യാനികളും അവകാശപ്പെടുന്നില്ല. നമ്മൾ അവകാശപ്പെടുന്നു അള്ളാഹു മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ച ഖുർആൻ ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ മുഴുവൻ നമ്മുടെ കയ്യിലുണ്ട് എന്ന്. ഇതെങ്ങനെ വന്നു? ആ കിതാബ് മറ്റൊന്നുമായി കൂടിക്കലരാനുള്ള എല്ലാ സന്ദർഭങ്ങളും ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് അത് നിയന്ത്രിച്ചു പോകും. അതുകൊണ്ട് ഇത് ആയത്താണോ ഇത് ഹദീസാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയില്ല. വളരെ പെട്ടെന്ന് തന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിയും ആയത്തും ഹദീസും. അങ്ങനെ ഉമർ ഖത്താബ് ഹദീസ് ക്രോഡീകരിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. എന്താണ് കാരണം? ഞാൻ മുൻ സമുദായത്തെപ്പറ്റി ആലോചിച്ചു, അവർ ചില ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി, എന്നിട്ട് ആ ഗ്രന്ഥങ്ങൾ അനുസരിച്ചിട്ട് അവര് ജനങ്ങൾക്ക് മാർഗദർശനം നൽകാൻ തുടങ്ങി. അള്ളാന്റെ കിതാബ് അവർ മാറ്റിവെക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാന്റെ കിതാബിന് യാതൊരു പ്രസക്തിയും ഇല്ലാതെയായി തീർന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ സമുദായത്തിലും വരുമോ എന്ന ഭയമാണ് ഉമർ ഖത്താബ് അതിൽ നിന്ന് ഹദീസ് ക്രോഡീകരിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ കാരണം. ഇതുപോലെയുള്ള ശ്രമം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും തന്റെ കാലത്ത് നടത്തിയിട്ടുണ്ട്. നടത്തിയതായി ഇമാം ദഹബി തന്റെ തദ്കിറത്തുൽ ഹുഫാദ് എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്:
അൻ ആയിഷ അന്നഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ജമഅ അബി അൽ ഹദീസ, എന്റെ പിതാവ് ഹദീസ് ഒരുമിച്ച് കൂട്ടി. അൻ റസൂലില്ല, റസൂലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഒരുമിച്ച് കൂട്ടി. വകാനത്ത് 500 ഹദീസ്, അത് ഏതാണ്ട് 500 ഹദീസുകൾ ഉണ്ട്. അത് പലപ്പോഴായിട്ട് പല ദിവസങ്ങളിലായിട്ട് അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയ ഹദീസാണ്. അങ്ങനെ ഫബാത ലൈലത്തൻ യതഖല്ലബു കസീറൻ, അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇതിനെപ്പറ്റി എഴുതി വെക്കുന്നതിനെ സംബന്ധിച്ച്, അത് ക്രോഡീകരിക്കുന്നതിനെ സംബന്ധിച്ചും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിച്ചു, ഇതിനെപ്പറ്റി ചിന്തിച്ചു. ഫലമ്മ അസ്ബഹ, നേരം വെളുത്തപ്പോൾ, ഖാല അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഐ ബനിയ, എന്റെ കുഞ്ഞു മകളെ, ഹലുമ്മി, വായോ, ഇങ്ങോട്ട് വായോ, ഹലുമ്മി അൽ അഹാദീസ് അല്ലത്തി ഇൻദക്കി, നിന്റെ അടുക്കലുള്ള ഹദീസുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. അബൂബക്കർ സിദ്ദീഖ് ക്രോഡീകരിച്ച ഹദീസൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയെയാണ് ഏൽപ്പിച്ചിരുന്നത് സൂക്ഷിക്കാൻ. ഒരു ദിവസം നേരം വെളുത്ത് പറഞ്ഞു, മോളെ, നിന്റെ അടുക്കലിൽ ഉള്ള ഹദീസുകളെല്ലാം കൊണ്ടുപോകാം. ഫജിഅ്തുഹു, ഞാൻ ആ ഹദീസുകളൊക്കെ അദ്ദേഹത്തിന് കൊണ്ടുപോകും. ഫദആ ബിനാരിൻ, അങ്ങനെ കുറച്ച് തീ കൊണ്ടുവരാൻ പറഞ്ഞു. ഫഹറഖഹ, അത് മുഴുവൻ കരിച്ചു കളഞ്ഞു. ആയിഷ പറയാണ്, ഫഖുൽതു, ഞാൻ ചോദിച്ചു, ലിമ അഹറഖ്തഹ, എന്തിനാണ് അതൊക്കെ കരിച്ചു കളഞ്ഞത് എന്ന് ചോദിച്ചു. ഖാല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖശീതു അൻ അമൂത വഹിയ ഇൻദി ഫയകൂനു ഫീഹാ അഹാദീസുൻ അൻ റജുലിൻ ഖദ് ഇതമനതുഹു വസിഖ്തു ബിഹി വലം യകുൻ കമാ ഹദ്ദസനി ഫഅകൂനു ഖദ് നഖലത് ദാലിക, തദ്കിറത്തുൽ ഹുഫാദിൽ വന്നതാണ്. എന്താ പറഞ്ഞത്? ഞാന് ഈ ഇതെങ്കിലും ഒരു വ്യക്തികളിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയെടുത്തിട്ടുള്ളത്. ആ ഹദീസ് എനിക്ക് വിശ്വസ്തത ഉള്ളവരിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. പക്ഷേ ആ ഹദീസ് അവർ ഉദ്ധരിച്ചതുപോലെ ആയിരുന്നില്ലെങ്കിൽ എനിക്ക് പൂർണ്ണമായും വിശ്വാസ്യത ഉള്ളവരിൽ നിന്നാണ് ഞാൻ ഹദീസ് ശേഖരിച്ചത്. പക്ഷേ അത് നബി പറഞ്ഞതുപോലെ അല്ലായിരുന്നെങ്കിൽ ആ തെറ്റായ ഹദീസ് ഉദ്ധരിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടില്ലേ. അതുകൊണ്ട് അതിന് മെനക്കെടണ്ടെന്ന് പറഞ്ഞ് ഞാനത് മുഴുവൻ അബൂബക്കർ സിദ്ദീഖ് കരിച്ചു കളയാണ്. അപ്പൊ ഇങ്ങനെ ഹദീസ് ക്രോഡീകരിക്കാനുള്ള ശ്രമം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ഒരു ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷെ അത് ആരും തന്നെ പൂർത്തിയാക്കിയില്ല. അവർ തന്നെ അത് വേണ്ടെന്ന് വെക്കുകയാണ്. അത് വേണ്ടെന്ന് വെക്കലാണ് ഖൈർ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് അവരങ്ങനെയെല്ലാം ചെയ്തത്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഖുർആൻ അല്ലാത്ത വല്ലതും എഴുതി വെച്ചാൽ മുൻ സമുദായങ്ങളെ പോലെ അതിൽ കടിച്ചു തൂങ്ങി അള്ളാഹുവിന്റെ കിതാബിനെ പിന്നോട്ട് തള്ളുന്ന ഒരവസ്ഥ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവുമെന്ന് ഖുലഫാഉർ റാഷിദുകൾ ഭയപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബോടുകൂടി അവർ മറ്റൊന്നും എഴുതി വെക്കാൻ സമ്മതിച്ചു. എന്നാൽ അവർ ഭയപ്പെട്ടത് തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. അല്ലേ? ഖുർആന് നമ്മുടെ ഇടയിൽ തന്നെ ഖുർആന് ഇപ്പൊ അംഗീകാരം കിട്ടാൻ തുടങ്ങി തന്നെ കാലം ഒരു 50 കൊല്ലമായിട്ടുള്ളൂ. ഒരു 50 കൊല്ലം മുമ്പ് ഖുർആൻ ആരെങ്കിലും പഠിക്കാറുണ്ടോ? ഖുർആൻ ക്ലാസ് ആരെങ്കിലും എടുക്കാറുണ്ടോ? നമ്മൾ ഖുർആൻ പട്ടിന്റെ ഉറയിൽ ഭദ്രമായി കെട്ടിപ്പൂട്ടി അവിടെ വെക്കുമെന്നല്ലാതെ അത് സ്വയം പാരായണം ചെയ്യുന്ന സ്വഭാവം തീരെയില്ല. എന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ പോലും പറഞ്ഞിരുന്നത് ഖുർആൻ പഠിച്ചാൽ കാഫറാകുമെന്ന് എന്നായി. ഞങ്ങളൊക്കെ പള്ളി ദർസിൽ ഓതുന്ന കാലത്ത്, അതിപ്പോ ഒരു 50 കൊല്ലത്തിന് മുമ്പാണ്, പള്ളി ദർസിൽ ഓതുന്ന കാലത്ത്
ഈ നെഹ്വ് പഠിക്കുമ്പോൾ, അറബി ഗ്രാമർ പഠിക്കുന്ന സന്ദർഭത്തിൽ ഉദാഹരണത്തിന് ചില ആയത്തുകൾ ഉദ്ധരിക്കും. അപ്പൊ പറയാറ് ആയത്തിന്റെ അർത്ഥം പഠിക്കേണ്ട കാഫറാകും, ആ ആയത്തിലെ കണക്ക് മാത്രം നോക്കിയാൽ മതി എന്നാണ്. അപ്പൊ അന്നൊക്കെ ഇത് ചെറുപ്പത്തിൽ കേൾക്കുമ്പോൾ ഖുർആനെ സംബന്ധിച്ച് ഒരു ഭീകരതയാണ് മനസ്സിലുണ്ടായിരുന്നത്, ഒരു ഭയം. ഇതുമായിട്ട് മനുഷ്യനെ അടുക്കാൻ പറ്റൂല, അഥവാ നമ്മളെയൊക്കെ കാഫറാക്കാനാണ് ഈ ഖുർആൻ ഉപകരിക്കുകയുള്ളൂ, ഇതുകൊണ്ട് ഇത് ഹിദായത്ത് കിട്ടാനുള്ളതാണ് എന്ന് അന്നൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഇന്നും ചിലർ ആ രൂപത്തിൽ തന്നെ ഖുർആനോട് അലർജി കാണിക്കാറുണ്ട്. പക്ഷെ ഇന്ന് പലരും അത് മാറ്റങ്ങൾ വരുത്തി ഖുർആൻ പഠിക്കാനുള്ള പ്രത്യേക ക്ലാസുകളും ഇതൊക്കെ എല്ലാ വിഭാഗങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ അധിക ക്ലാസുകളിലൂടെ ഖുർആൻ ദുർവ്യാഖ്യാനമാണ് പഠിപ്പിക്കുന്നത് എന്ന ഒരു ന്യൂനത അതിനുണ്ടെങ്കിലും ആളുകൾ ഒരിക്കൽ ചിന്തിച്ച് ഹിദായത്തിലേക്ക് വരാൻ സാധ്യത. എന്നാൽ ഇന്ന് മറ്റു ചിലർ, അപ്പോൾ ഒന്നാമത്തെ പ്രമാണം ഖുർആൻ തന്നെ, രണ്ടാമത്തെ പ്രമാണം ഹദീസാണ്, സുന്നത്താണെന്നാ പറഞ്ഞത്. ഇന്ന് ചിലർ ഖുർആനും സുന്നത്തും ഒരേ നിലവാരത്തിലുള്ള പ്രമാണങ്ങളാണെന്നും അത് രണ്ടും രണ്ടല്ല, അത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരു പുതിയ ഇഷ്യൂ ആണത്. മുമ്പ് ഒരു പണ്ഡിതന്മാരും ഖുർആനും സുന്നത്തും ഒരേ നിലവാരത്തിലുള്ള പ്രമാണമാണെന്ന് ആരും പറഞ്ഞതായി കണ്ടിട്ടില്ല. ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, ഖുർആന്റെ വ്യാഖ്യാനമാണ് ഹദീസ്. അതുകൊണ്ട് ആ ഖുർആന്റെ വ്യാഖ്യാനമായി തന്നെ അതിനെ ഖുർആൻ പരിഗണിക്കുന്ന പോലെ തന്നെ അതിന്റെ വ്യാഖ്യാനത്തെയും പരിഗണിക്കേണ്ടതാണ് എന്ന് ഇമാം ഷാഫി പറഞ്ഞ ഒരു അഭിപ്രായം വായിച്ചിട്ടുണ്ട്. എന്നല്ലാതെ ഖുർആനും സുന്നത്തും ഒരേ നിലവാരമുള്ള പ്രമാണമാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അതിനോടുകൂടി ഇമാം ഷാഫി തന്റെ റിസാല എന്ന ഉസൂലി ഗ്രന്ഥത്തിൽ സുന്നത്തിനെ രണ്ടാം പ്രമാണമായിട്ട് തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ചിലര് ഖുർആനും സുന്നത്തും ഒരേപോലെയുള്ള ഒരേ നിലവാരമുള്ള പ്രമാണമാണ് എന്ന് പറയുന്നുണ്ട്. ഒരു ഉദ്ധരണി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഹദീസുകൾ ഖുർആൻ പോലെ തന്നെയുള്ള അള്ളാഹുവിന്റെ വഹിയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ വഹിയാണെന്ന് നമ്മളെല്ലാവരും സമ്മതിക്കും. അതേപോലെയുള്ള വഹിയാണ് ഹദീസും. അതുകൊണ്ട് തന്നെ കേവലം ഒരു ഹദീസ് തള്ളിക്കളയുന്നത് പോലും ഗുരുതരമായ കുറ്റമായിട്ടാണ് സഹാബികൾ ഗണിച്ചത്. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഹദീസുകൾ ഖുർആൻ പോലെ തന്നെയുള്ള അള്ളാഹുവിന്റെ വഹിയാണ്. അപ്പൊ ഹദീസും ഖുർആനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇത് പറഞ്ഞതാരാണെന്നറിയോ? സക്കരിയ സലാഹി തന്റെ ജിന്ന്, സിഹർ, കണ്ണേറ്, റുഖിയ, ശറയ്യ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം 41-ാം പേജിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഹദീസുകൾ ഖുർആൻ പോലെ തന്നെയുള്ള അള്ളാഹുവിന്റെ വഹിയാണ്. ഇതാണ് അബദ്ധം. അള്ളാഹുവിനെ റസൂലിനെ ഒരേ രൂപത്തിലാക്കിയാലോ? എന്താണ് ഈ പറയുന്നത്? റസൂലിനോട് നമുക്ക് സ്നേഹമില്ലായിട്ടല്ലല്ലോ, അള്ളാന്റെ സ്ഥാനത്തെ കണ്ട് വെക്കുകയാണ്. ഈസാ നബിനെ സ്നേഹിച്ചതാണ് ക്രിസ്ത്യാനികൾ. യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞ് ആ വലിയ സ്ഥാനത്തേക്കാണ്ട് കയറ്റിവെച്ചു. മുത്തലക്കൻ ചെറുക്കല്ലേ അത്? അതേപോലെ മുഹമ്മദ് നബിനെയും അള്ളാനെയും ഒരേ നിലവാരത്തിലാണോ കാണുന്നത്? അവരുടെ കൽപ്പനകൾ ഒരേ നിലവാരത്തിലാണോ നാം കണക്കിലെടുക്കേണ്ടത്? ഒന്ന് സൃഷ്ടാവാണ്, മറ്റൊന്ന് സൃഷ്ടിയുമാണ്. ഈ വ്യത്യാസം ഉണ്ടാവില്ലേ എവിടെയും? സൃഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും വാക്കുകൾക്കും കൽപ്പനകൾക്കും എല്ലാവരും ആ വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. സൃഷ്ടാവിന്റെ കൽപ്പന
ആ രൂപത്തിൽ പ്രാധാന്യത്തോടുകൂടെ കണക്കിലെടുക്കുകയും സൃഷ്ടികളുടെ കൽപ്പനകൾ അവരാരായാലും ശരി ആ കൽപ്പനകളിൽ നിന്ന് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അത് കുറ്റമറ്റ നിലയിൽ സ്ഥിരപ്പെട്ടു വന്ന സുന്നത്ത് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്ന് ഇതിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഒരിക്കലും ഹദീസ് നിഷേധികളല്ല, നിഷേധിക്കുന്നവരല്ല, ഹദീസ് സ്വീകരിക്കുന്നവരാണ്. അത് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്നവരാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞു, നബിയുടെ സുന്നത്ത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരാൾക്ക് ഈ ദുനിയാവിൽ മുസ്ലിമായി ജീവിക്കാൻ പോലും സാധ്യമല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചാണ് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് അവർ ഹദീസ് നിഷേധികളാണെന്നും പറഞ്ഞ് ചില ആളുകൾ കൊട്ടിപ്പാടി നടക്കുന്നത്. അതിനുള്ള പ്രതിഫലം അല്ലാഹു അവർക്ക് കൊടുക്കും, യാതൊരു സംശയവും. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചില ഹദീസുകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എപ്പോൾ? പരിശുദ്ധ ഖുർആന്റെ ആശയത്തിന് എതിരാണ് എന്ന് കണ്ടതുകൊണ്ട്. കണ്ടോ, പരിശുദ്ധ ഖുർആൻ പോലെ തന്നെ സുന്നത്തിനെയും കണക്കിലെടുക്കുകയല്ല ചെയ്തത്. പരിശുദ്ധ ഖുർആന്റെ വ്യാപകമായ തത്വത്തിന് ഈ ഹദീസ് എതിരാണെന്ന് കണ്ടപ്പോൾ ഹദീസ് തള്ളിക്കളയാണ് ചെയ്തത്. ഞാൻ ഇതിന് ഉദാഹരണം പറയാം. وقد ردت عائشة خبر إن الميت لا يعذب ببكاء أهله بالأصل العام الثابت في القرآن وهو قوله تعالى ولا تزر وازرة وزر أخرى. وقد ردت عائشة വഖദ് റദ്ദത്ത് ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹ തള്ളിക്കളഞ്ഞു ഖബറ, ഒരു ഹദീസിനെ. ഏതാണ് ഹദീസ്? ഇന്നൽ മയ്യിത ലയുഅദ്ദിബു ബിബുകാഇ അഹ്ലിഹി അലൈഹി. മയ്യിത്തിനെ, ആ മയ്യത്തിന്റെ ആളുകൾ കരഞ്ഞാൽ അതിന്റെ പേരിൽ മയ്യത്തിനെ അല്ലാഹ് ശിക്ഷിക്കും എന്നൊരു ഹദീസ് ഉണ്ടായിരുന്നു. ആ ഹദീസിനെ തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത്? ഇത് മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ബിൽ അസ്ലിൽ ആം അസ്സാബിത്ത് ഫിൽ ഖുർആൻ. ഖുർആനിൽ സ്ഥിരപ്പെട്ട തത്വത്തിന് എതിരായതുകൊണ്ട്. എന്താണ് ഖുർആനിൽ സ്ഥിരപ്പെട്ടത്? വഹുവ ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്കാണ്. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ. ഒരാളും മറ്റൊരാളുടെ പാപഭാരം ചുമക്കുകയില്ല എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞു. അപ്പോ പരിശുദ്ധ ഖുർആനിൽ വന്ന ഈ തത്വത്തിന് എതിരാണ് ഇന്നൽ മയ്യിത ലയുഅദ്ദിബു ബിബുകാഇ അഹ്ലിഹി അലൈഹി. മയ്യിത്തിനെ, ആ മയ്യിത്തിന്റെ ആളുകൾ കരഞ്ഞാൽ അവര് കരഞ്ഞതിന്റെ പേരിൽ ഈ മയ്യിത്തിനെ ശിക്ഷിക്കുമെന്നുള്ളത്. അപ്പൊ ആ മയ്യിത്ത് ചെയ്യാത്ത ഒരു കുറ്റത്തിന് ആ മയ്യിത്തിനെ ശിക്ഷിക്കുന്നു. അത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ തത്വത്തിന്റെ എതിരാണ് എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ തള്ളിക്കളഞ്ഞു. അതുപോലെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ അന്ന് അല്ലാഹുവിനെ കണ്ടു എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിനെയും ആയിഷ റളിയല്ലാഹു അൻഹ തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ട്? ഖുർആനിൽ പറഞ്ഞത് ലാ തുദ്രിക്കുൽ അബ്സാറു വഹുവ യുദ്രിക്കുൽ അബ്സാറ. ഒരു കണ്ണുകളും അവനെ കണ്ടെത്തുകയില്ല അല്ലാഹുവിനെ. വഹുവ യുദ്രിക്കുൽ അബ്സാറ, എല്ലാ കണ്ണുകളെയും അവൻ ഇങ്ങോട്ട് കണ്ടെത്തും. അവനെ ഒരു കണ്ണുകൾക്കും കണ്ടെത്താൻ കഴിയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ വന്നതുകൊണ്ട് റസൂല് നബി
അള്ളാഹുവിനെ കണ്ടു എന്ന് പറയുന്ന ഹദീസ് തള്ളിക്കളയേണ്ടതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹദീസ് തള്ളിക്കളയാൻ കാരണം എന്താണ്? ഈ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് സ്ഥിരപ്പെടണമെങ്കിൽ ഒന്നാമതായി ഖുർആൻ എതിരാവാതെ വരണം. ഖുർആന്റെ തത്വത്തിനെതിരായി വന്ന ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസ് തള്ളിക്കളഞ്ഞു. വഖദ് റദ്ദ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹദീസ ഫാത്തിമ ബിൻത് ഖൈസ്. ഫാത്തിമ ബിൻത് ഖൈസിന്റെ ഒരു ഹദീസ് ഉണ്ട്. എന്താണ് ഹദീസ്? അത് സഹീഹായി സിഹാഉ സിത്തയിൽ വന്ന ഹദീസാണ്. ഖാലത്ത് ഫാത്തിമ ബിൻത് ഖൈസ് പറയാണ്, തല്ലഖനി സൗജി സലാസൻ, എന്നെ എന്റെ ഭർത്താവ് 3 പ്രാവശ്യം തലാഖ് ചെയ്തു. ഫലം യജ്അൽ ലീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുക്നാ, എന്നിട്ട് 3-ാം പ്രാവശ്യം തലാഖ് ചെയ്യലിയപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് താമസം തന്നില്ല. വലാ നഫഖതൻ, നഫഖയും തന്നില്ല, ചെലവും തന്നില്ല. കാരണം 3 പ്രാവശ്യം കഴിഞ്ഞല്ലോ, ഇനി ആ ഭർത്താവിന് തെരഞ്ഞെടുക്കാൻ മടക്കിയെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നിനക്ക് സുഖനിൻ നഫഖയും ഇല്ലാന്ന് പറഞ്ഞു. ഇത് ലമ്മാ സമിഅ ഉമർ ഖത്താബ് ഇത് കേട്ടു. ഇങ്ങനെ ഫാത്തിമ ബിൻത് ഖൈസ് പറഞ്ഞതായിട്ട് കാല ഉമർ ഖത്താബ് പറഞ്ഞതെന്താണ്? ലാ നത്റുകു കിതാബ് അല്ലാഹി, അള്ളാന്റെ കിതാബിനെ നാം ഒഴിക്കുകയില്ല, ഒഴിവാക്കുകയില്ല. സുന്നത്തെ നബിജിന, നബിയുടെ സുന്നത്തിനെയും. ലാ നത്റുകു കിതാബ് അല്ലാഹി വസുന്നത്തെ നബിജിന ലിഖൗലി ഇംറഅത്തിൻ, നബി അള്ളാന്റെ കിതാബിനെയും നബിയുടെ സുന്നത്തിനെയും ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നമ്മൾ ഉപേക്ഷിക്കുകയില്ല. ലാ നദിരി ലഅല്ലഹാ ഹഫളത്ത് ഔ നസിയത്ത്, എനിക്കറിഞ്ഞുകൂടാ, അവൾക്ക് ഒരു പക്ഷെ തെറ്റ് പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ ഹൃദിസ്ഥമാക്കിയെടുത്ത് അബദ്ധങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുക. അതിനാൽ ഈ പെണ്ണിന്റെ വാക്ക് കേട്ട് അള്ളാന്റെ കിതാബ് ഞാൻ ഉപേക്ഷിക്കുന്നില്ല. എന്താണ് അള്ളാന്റെ കിതാബില്? ആ മുതല്ലഖത്തായ സ്ത്രീക്ക് അവർക്ക് സുഖിനെയും നഫക്കയും കൊടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇത്ര പ്രാവശ്യം തലാഖ് ചെല്ലിയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. 2 പ്രാവശ്യം ചെല്ലിയാൽ കൊടുക്കണം, അല്ലെങ്കിൽ 1 പ്രാവശ്യം ചെല്ലിയാൽ കൊടുക്കണം, അല്ലെങ്കിൽ 3 പ്രാവശ്യം ചെല്ലിയാൽ കൊടുക്കണം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് മുതല്ലഖത്തിന് ഇദ്ദ പീരീഡില് സുഖിനെയും നഫക്കയും കൊടുക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ അത് 2 3 വ്യത്യാസമല്ല. അതെല്ലാം തലാഖ് ചെല്ലിയപ്പോ എനിക്കതൊന്നും തന്നില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞത്, ആ സ്ത്രീക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇത് മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ്. അപ്പോ ഇങ്ങനത്തെ ഒരു ഹദീസ് സഹീഹായ ഗ്രന്ഥങ്ങളിൽ വന്ന ഹദീസ് ഉമർ ഖത്താബ് തള്ളിക്കളഞ്ഞു. എന്നിട്ട് ആരെങ്കിലും ഉമർ ഖത്താബിനെ ഹദീസ് നിഷേധി എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയാത്തത്? അദ്ദേഹത്തിന്റെ വീക്ഷണമനുസരിച്ച് അദ്ദേഹത്തിന് ശരിയാണെന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് അദ്ദേഹം ആ ഹദീസ് തള്ളിക്കളഞ്ഞത്. അതേപോലെ മറ്റ് അതിന് താഴെയുള്ള ഇമാമുകളും ഹദീസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വഖദ് റദ്ദ മാലിക് ഹദീസ് അബീ ഹുറൈറ അൽ മുത്തഫഖ് അലൈഹി, അബീ ഹുറൈറ റിവായത്ത് ചെയ്ത മുത്തഫഖ് അലൈഹിയായ ഹദീസിനെ ഇമാം മാലിക് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ ഹദീസ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ വലഗൽ കൽബു ഫീ ഇനാഇ അഹദിക്കും, നായ നിങ്ങൾ ആരുടെങ്കിലും പാത്രത്തിൽ തലയിട്ടാൽ ഫൽ യുരിഖുഹു, അതിലുള്ള വെള്ളം ചൊരിച്ചു കളയണം. ثم لا يغسله, പിന്നെ ആ പാത്രം കഴുകണം 7 മർറാത്ത്, 7 പ്രാവശ്യം. അതിന് മറ്റൊരു റിവായത്തിൽ യഹ്ദാഹുന്ന ബിത്തുറാബ്, ഒരിക്കൽ മണ്ണ് കൊണ്ടും കഴുകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. അബൂ ഹുറൈറയാണ് റാവി. ഈ ഹദീസിനെ മാലിക് തള്ളിക്കളഞ്ഞു. എന്തിന്റെ പേരിലാണ്? ഖുർആനെതിരാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് ഖുർആനെതിര്? ഫകുലൂ മിമ്മാ അംസക്ന അലൈക്കും വദ്കുറു ഇസ്മല്ലാഹി അലൈഹി, നായ പിടിച്ചുകൊണ്ടുവന്നതിനെ നിങ്ങൾ തിന്നുക, തിന്നുമ്പോ ബിസ്മി ചൊല്ലിയും ചെയ്യുക.
അപ്പൊ നായ പിടിച്ചു കൊണ്ടുവന്നത് തിന്നാമെങ്കിൽ അത് തലയിട്ടത് 7 പ്രാവശ്യം കഴുകണം എന്ന് പറയുന്നത് ഖുർആനെതിരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. അതുകൊണ്ട് ആ ഹദീസ് അദ്ദേഹം സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. ഒരാളും അദ്ദേഹത്തെ സംബന്ധിച്ച് ഹദീസ് നിഷേധിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇമാമുസുന്ന എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. സുന്നത്തിന്റെ ഇമാമ്. ഹദീസ് ആദ്യമായി ഹദീസ് ക്രോഡീകരിച്ചൊരു മഹാനും കൂടിയാണ് ആര്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ആ മാലിക്കാണ് ഇവിടെ മുത്തഫഖ് അലൈഹി എന്ന നിലക്ക് ഇന്ന് ബുഖാരിയിലും മുസ്ലിമിലും കാണാൻ സാധിക്കുന്ന ഈ ഹദീസ് തള്ളിക്കളഞ്ഞു. അതുപോലെ ഇമാം മാലിക്കും അബൂ ഹനീഫയും കൂടി ഒരു ഹദീസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒന്നല്ല, ധാരാളമുണ്ട്. അതിൽ ഒന്ന് ഓരോ ഉദാഹരണം ഞാൻ പറയുന്നുണ്ട്. ഹദീസുൽ മുസറാത്ത്, മുസറാത്തിന്റെ ഹദീസാണ്. മുസറാത്തിന്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ അവിട് കെട്ടി വിൽക്കുക. 2-3 ദിവസം കറവുള്ള മൃഗങ്ങളെ കറക്കാതെ, പാല് കറക്കാതെ ആ വീട്ടിൽ തന്നെ നിർത്തിക്കൊണ്ട്, അപ്പൊ 2-3 ദിവസം കഴിയുമ്പോൾ അവിടെ ഇങ്ങോട്ട് വീർത്തിരിക്കും. എന്നിട്ട് കൂടുതൽ പാലുണ്ട് എന്ന് തോന്നിപ്പിക്കും. അങ്ങനെ വിൽക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹദീസുൽ മുസറാത്ത് എന്നാണ് അതിന് പറയാം. അത് അബൂ ഹുറൈറയാണ് റിവായത്ത് ചെയ്യുന്നത്. ആ ഹദീസ് ഇങ്ങനെയാണ്: വഹുവ ലാ തസുറുൽ ലിബ്ല വൽ ഗനമ, ആടിനെയും ഒട്ടകത്തെയും നിങ്ങൾ അവിട് കെട്ടരുത്. വമൻ ഫഅല, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, അവിട് കെട്ടിക്കൊണ്ട് വിറ്റാൽ, ഫഹുവ ബിഖൈരിൻ നളൈൻ, ആ വാങ്ങിയ ആൾക്ക് രണ്ടാമതൊരു മാർഗം സ്വീകരിക്കാം. ബഅദ അൻ യഹ്ലിബഹ, കറന്നതിന് ശേഷം. അപ്പൊ ആദ്യത്തെ ദിവസം കറന്ന പറഞ്ഞ പാലുണ്ടാവും, പിറ്റത്തെ ദിവസം കറന്ന അതിന്റെ 4 ഉണ്ടാവുള്ളൂ. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ആ പാല് കറന്നെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് രണ്ടാമതൊരു മാർഗം സ്വീകരിക്കാം. എന്താണത്? ഇൻഷാ അംസക്ക, അയാൾ വിചാരിക്കാനേ ഏതായാലും ഇത് വാങ്ങിയില്ലേ, ഇത് ഒക്കെ മതി എന്ന് അതുകൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അദ്ദേഹം വാങ്ങിയ ആൾ ഉദ്ദേശിക്കുകയാണ് ഇത് വേണ്ട, പറഞ്ഞ പാലില്ലല്ലോ, അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പാലില്ല, അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആ മൃഗത്തെ അതിന്റെ ഉടമസ്ഥന് തന്നെ തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുക്കുമ്പോൾ എന്ത് വേണം? സാഅം മിൻ തംരിൻ, ഒരു സാ ഈത്തപ്പഴം കൂടി കൊടുക്കണം. എന്തിനാ ഒരു സാ ഈത്തപ്പഴം കൊടുക്കണം എന്ന് പറഞ്ഞത്? ആദ്യത്തെ ദിവസം പാല് കറന്നെടുത്തല്ലോ, ആ കറന്നെടുത്ത പാൽ അവർ ഉപയോഗിച്ചു. ഉപയോഗിച്ച് രണ്ടാമത്തെ ദിവസം കറന്നപ്പോഴാണ് കുറവായി കണ്ടത്. ആ പാലും അവർ ഉപയോഗിച്ചു. ഈ പാൽ അവർ ഉപയോഗിച്ചതിന് പരിഹാരമായിട്ടാണ് ഒരു സാ ഈത്തപ്പഴം കൂടി കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ മാലിക്കും അബൂ ഹനീഫയും പറയുന്നു ഖാലു ലിഅന്നഹു ഖാലഫൽ അസ്ല, ഈ ഹദീസ് അടിസ്ഥാന തത്വത്തിനെതിരാണ്. എന്താണ് അടിസ്ഥാന തത്വം? ലഅന്ന മുത്ലഫു ശൈഇ, ഒരു വസ്തുവിനെ ഒരാൾ നശിപ്പിച്ചാൽ യുഖദ്ദമു മിസ്ലഹു, അതുപോലുള്ളതാ കൊടുക്കേണ്ടത്, ഔ ഖീമത്തു, അതിന്റെ വില. അപ്പൊ പാല് കറന്നെടുത്ത് എത്ര 2 ലിറ്റർ പാല് കറന്ന് എടുത്തെങ്കിൽ ആ 2 ലിറ്റർ പാല് തന്നെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്, ഈത്തപ്പഴല്ല. അല്ലെങ്കിൽ 2 ലിറ്റർ പാലിന്റെ വിലയാണ് കൊടുക്കേണ്ടത്. എന്താണ് ഒരു ഈത്തപ്പഴം കൊടുക്കണം എന്ന് പറഞ്ഞത്? അതൊരിക്കലും ഈ അസിലിന് യോജിച്ചതല്ല. അസിൽ ഇവിടെ എന്താണ്? ഒരു സാധനം ഒരാൾ നശിപ്പിച്ചാൽ അതിന്റെ വില കൊടുക്കണം, അല്ലെങ്കിൽ തുല്യമായത് കൊടുക്കണം. ഇതാണ് അസില്. ഈ അസിലിനെതിരാണ് ഈ ഹദീസ്. ആ പാല് എത്ര പാല് കറന്നെടുത്തിട്ടുണ്ടെങ്കിലും ശരി, ഒരു ഈത്തപ്പഴം കൊടുക്കണം എന്ന് പറഞ്ഞത് ഈ അസിലിനെതിരാണ്. അതുകൊണ്ട് ഈ ഹദീസ് അവർ തള്ളിക്കളയുന്നു. ഇങ്ങനെ പല മഹാന്മാരും ഖുർആന്റെ തത്വത്തിനെതിരായ ഹദീസുകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവരെ ആരെയും അവരെ ഹദീസ് നിഷേധികൾ എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. പണ്ഡിതൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളും പറഞ്ഞു. ഇന്നിതാ ചില ആളുകൾ ഇറങ്ങി എല്ലാവരെയും ഹദീസ് നിഷേധികൾ എന്ന് പറഞ്ഞ് കാഫറാക്കിക്കൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ മനസ്സിലാക്കണം, അവര് ആരെയാണോ കാഫർ എന്ന് ആരോപിച്ചത്
അവര് കാഫറല്ലെങ്കിൽ, കാഫറാണെന്ന് പറഞ്ഞ അവര് കാഫറായി തീരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നബിയുടെ വാക്ക് അവര് ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് ഇത്രയുമാണ് പറയാൻ. സഹാബികൾ, ഖുലഫാഉ റാഷിദീങ്ങൾ ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം അവര് തന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത്. കാരണം അള്ളാഹുവിന്റെ കിതാബിന് തുല്യമായൊരു കിതാബായിട്ട് പിൽക്കാലത്ത് ജനങ്ങൾ അത് കണക്കാക്കുമോ? അങ്ങനെ കണക്കാക്കിയാൽ ഞങ്ങൾ ചെയ്തൊരു കുറ്റമായിരിക്കുകയില്ലേ എന്ന ധാരണയാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹദീസ് സ്വീകരിക്കാതെ, സഹീഹായ ഹദീസ് സ്വീകരിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റാതെ നമുക്കൊരു മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. എന്നാൽ ഒരാൾ തന്റെ നിബന്ധന അനുസരിച്ച് ഈ ഹദീസ് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഹദീസ് മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ ആ ഹദീസ് തള്ളിക്കളഞ്ഞാൽ, അതിന്റെ പേരിൽ അവരെ പറ്റി കുറ്റം പറഞ്ഞുകൂടാ. അതിന് തള്ളിക്കളയണമെങ്കിൽ അതിന്റെ കാരണം അവർക്കുണ്ടാകും. ഇവിടെ 2-3 ഹദീസിൽ പറഞ്ഞ കാരണം ഖുർആനെതിരായി വന്നു എന്നുള്ളതാണ്. ഖുർആനെതിരായി വന്ന ഒന്നും സ്വീകരിക്കാൻ നമുക്ക് അനുവാദമില്ല. ഇത് ഹദീസാണെങ്കിലും മറ്റു പണ്ഡിതന്മാരുടെ വാക്കുകളാണെങ്കിലും അതൊക്കെ പരിശുദ്ധ ഖുർആന് എതിരാണെങ്കിൽ നമ്മളത് ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെ സഹാബികളിൽപ്പെട്ട ഒരു ആയിഷ റളിയല്ലാഹു അൻഹ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ പോലെയുള്ളവരൊക്കെ അവരുടെ തത്വമനുസരിച്ച് ഖുർആന് വിരുദ്ധമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട ഹദീസുകൾ അവർ തള്ളിക്കളഞ്ഞു. യഥാർത്ഥത്തിൽ അത് ഖുർആന് വിരുദ്ധമാണെങ്കിലും അല്ലെങ്കിലും ആ ഹദീസ് അവർ തള്ളിക്കളയാണ് ചെയ്തത്. അതുകൊണ്ട് അവരെ ആരും ഹദീസ് നിഷേധികളെന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് സലഫു സാലിഹീങ്ങളുടെ മാർഗം. ഈ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ഇത്രയും പറഞ്ഞ് ഇന്ന് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി പറഞ്ഞതിൽ വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അടുത്ത ക്ലാസ് ഹദീസ് ക്രോഡീകരണം എന്ന് മുതലാണ് ഹദീസ് ക്രോഡീകരിക്കാൻ തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ക്ലാസ് ആയിരിക്കും. അടുത്ത ക്ലാസിന്റെ ആരംഭം അങ്ങനെയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റി ജീവിക്കുന്ന സാലിഹീങ്ങളെയും സജ്ജനങ്ങളെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ കിതാബും നബിയുടെ സുന്നത്തും ഇത് രണ്ടുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രമാണം. ഈ 2 പ്രമാണങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിമായി, മുഅ്മിനായി ജീവിച്ച് അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളെയും സാലിഹീങ്ങളെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവന്റെ മഹതായ ഫദ്ൽ കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമുക്കും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ തെറ്റുകളും അബദ്ധങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി കുറച്ച് സമയം കൂടി ഞാനോടുണ്ടാവും. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മദീനിക്ക് ക്ലാസ് റൂമിന്റെ അഗൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങുന്നൊരു പ്രവർത്തനമായി ഈ അമല് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ദീർഘമായ സമയം ഹദീസിന്റെ പ്രാമാണികത, അതുപോലെ തന്നെ മഹാന്മാരായ ഉമറുൽ ഫാറൂഖ്, ആയിഷ ബീവി അടങ്ങിയിട്ടുള്ള ഉന്നതന്മാരായിട്ടുള്ള സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരടക്കം ചില ഹദീസുകൾ തള്ളിയിട്ടുണ്ട് എന്ന് കിതാബിലെ ഇബാറത്തുകൾ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. വളരെ പ്രൗഢമായിരുന്ന ഈ ക്ലാസ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മദീനിക്ക് ക്ലാസ് റൂമിന്റെ ഹൃദ്യമായ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് എങ്കിൽ
മൈക്കിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ബഹുമാന്യ മദീനിയുടെ പ്രൗഢഗംഭീരമായൊരു ക്ലാസ്സാണ് കഴിഞ്ഞത്. മാഷാ അല്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആയുസ്സും ഈമാനും വർദ്ധിപ്പിച്ചു നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇത് ശ്രവിച്ച എല്ലാവർക്കും ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനൊരു ചോദ്യം ചോദിക്കാൻ വിചാരിക്കുന്നു. നമ്മുടെ ഒരു ഹദീസ് ഒരാൾ തള്ളിയാൽ അതുകൊണ്ട് ദീനിൽ നിന്നും പുറത്തു പോകില്ല എന്ന് മുൻകാല പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. മൈക്കിൾ. ഈ ഹദീസ് സ്വീകരിക്കുന്നിടത്ത് ഒരു ഹദീസ് അത് സഹീഹല്ല എന്ന് ഒരു പണ്ഡിതന് തോന്നിയാൽ ആ ഹദീസ് ആ പണ്ഡിതൻ തള്ളിയത് കൊണ്ട്, നിഷേധിച്ചത് കൊണ്ട് ദീനിൽ നിന്ന് ഒരിക്കലും പുറത്തു പോവുകയില്ല. അത് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? അതിന് ഉദാഹരണമാണ് ഏതെങ്കിലും പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട്. പറയുന്നതിനേക്കാൾ കൂടുതൽ ബലം പ്രവർത്തിക്കാണല്ലോ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിൻത് ഖൈസിന്റെ ഹദീസ് മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് തള്ളിക്കളഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ അതുപോലെ തന്നെ ഇന്നൽ മയ്യിത ല യുഅദ്ദിബു ബിബുകാഇ അഹ്ലിഹി എന്ന ഹദീസ് തള്ളിക്കളഞ്ഞു. ഇത് നമ്മുടെ മാതാവ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയാണ്. നബിയുടെ സുന്നത്ത് കൂടുതൽ ഹൃദിസ്ഥമാക്കി അവരാണ് ഈ ഹദീസ് തള്ളിക്കളഞ്ഞത്. മറ്റത് രണ്ടാം ഖലീഫ ഉമറാണ്. പിന്നീട് അബൂ ഹനീഫയും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അവരും ഹദീസ് തള്ളിക്കളഞ്ഞത് ഹദീസ് തള്ളുകയല്ല, അവരുടെ മാനദണ്ഡം വെച്ചിട്ട് ഹദീസ് സഹിയല്ല എന്ന് തോന്നിയപ്പോഴാണ് തള്ളിയത്. അങ്ങനെ അവരവർ ഹദീസ് സ്വീകരിക്കുന്നിടത്ത് വെച്ച മാനദണ്ഡം പൂർത്തിയാകാതെ വന്ന ഹദീസ് തള്ളിക്കളഞ്ഞാൽ അത് കുറ്റമല്ല, അയാൾ ഹദീസ് നിഷേധിയുമല്ല, അയാൾ യഥാർത്ഥ മൂമിനാണ് എന്ന് പറയാം.